ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഗോൾഡൻ ജൂബിലി ആനിവേഴ്സറി ഡേ എത്തി. ഇന്നാണ് ഗോൾഡൻ ജൂബിലി ആഘോഷരാവ്. ഉച്ച കഴിഞ്ഞതും ദേശായി വീട്ടിൽ പാർട്ടിയും ബഹളവും ഒക്കെയായി പരിപാടികൾ തുടങ്ങി. മീഡിയക്കാർ ഓരോരുത്തരായി എത്തി തുടങ്ങവേ ദേശായി വീട്ടിലെ എല്ലാവരും ഊർമിള ദേവിയെക്കുറിച്ച് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെപ്പറ്റി ആലോചിച്ച് ആകെ ടെൻഷനിലാണ്. ഊർമിള ദേവിയായി അഭിനയിക്കാൻ ലക്ഷ്മി ദേവി എത്തുമോ എന്ന കാര്യം അഭിഷേകിനും ദേവരാജനും തന്നെ ഇതുവരെ കൃത്യമായി അറിയില്ല. എല്ലാം നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കുമെന്ന് മാത്രം കരുതിക്കൊണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷം തുടങ്ങിവെച്ചു. അർജുനെയും അമൃതയെയും ഇന്ന് ദേശായി ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള ആ ബ്രഹ്മാസ്ത്രവുമായി മന്ദാകിനി വമ്പൻ തയ്യാറെടുപ്പുകളോടെ നിൽക്കുകയാണ്. ദേശായിക്കാരുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ഗോൾഡൻ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. ഈശ്വരമഠത്തു നിന്നും എല്ലാവരും കൃത്യസമയത്ത് തന്നെ പരിപാടിക്ക് എത്തിച്ചേർന്നിരുന്നു. കാവ്യ, നിന്നെ കണ്ടിട്ട് ഒത്തിരിയായി. മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് തെളിയിക്കാമെന്ന് നീ പറഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ നേരിട്ട് കാണാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു. അതാ ഞാൻ പിന്നെ അങ്ങോട്ട് വരാതിരുന്നത്. എനിക്കറിയാം അമൃതേച്ചി, ഞാനും അച്ചമ്മയ്ക്ക് കൊടുത്തിരുന്ന വാക്കായിരുന്നു മഹതി അച്ചമ്മയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുമെന്ന്. പക്ഷേ ഞാൻ കണ്ടെത്തും മുമ്പ് തന്നെ മായാവതി ആൻറ്റി എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നില്ലേ. അതുകൊണ്ടാ ഞാനും പിന്നെ അമൃതേച്ചിയെ കാണാൻ നിൽക്കാതിരുന്നത്. എന്തായാലും വർഷം ഇപ്പോൾ 6-7 കഴിഞ്ഞു. ഇനി ആ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് നമ്മൾ പിണങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഓരോന്നായി തുടങ്ങിയതും ദേശായി വീട്ടിലേക്ക് ചിത്രാദേവിയും വന്നിറങ്ങി. മന്ദാകിനിയുടെ സ്പെഷ്യൽ ഗസ്റ്റായ ചിത്രാദേവിയെ തടയാനുള്ള ധൈര്യമൊന്നും ദേശായിക്കാർക്ക് ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം നടക്കവേ പ്രസ് മീറ്റിന് സമയമായതും മീഡിയക്കാർ ഓരോരുത്തരായി ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ദേവരാജൻ സാർ, എവിടെയാണ് ഊർമിള ദേവി? ദേശായി ഗ്രൂപ്പിന്റെ ഓരോ വിജയത്തിനും പിന്നിൽ ഒരു സ്ത്രീ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും പറയാറില്ലേ നിങ്ങൾ? ആ സ്ത്രീ ഊർമിള മാഡം ആണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഊർമിള മാഡം ഈ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഊർമിള ദേവി ഇവിടെ എത്താത്തത്? ഇപ്പോൾ കുറെയായി ഊർമിള ദേവിയെ കാണാനില്ലെന്ന് പറയുന്നത് സത്യമാണോ? പ്രസ് മീറ്റിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ബോർഡ് മെമ്പേഴ്സും ഉത്തരമില്ലാതെ നിന്നു. അത് ഇപ്പോൾ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ബോർഡ് അംഗമായ ഊർമിള ദേവി ഇല്ല. പെട്ടെന്നാണ് പ്രസ് മീറ്റ് നടക്കുന്ന സ്റ്റേജിന്റെ മുന്നിലായി ഒരു കാർ വന്നു നിന്നത്. പെട്ടെന്ന് മീഡിയക്കാരെല്ലാവരും ആ കാറിന് നേരെ അവരുടെ ക്യാമറകൾ തിരിച്ചു. കാറിന്റെ ഡോർ തുറന്ന് ഊർമിള ദേവി പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും എല്ലാവരും ഞെട്ടിത്തെറിച്ചു. ദേവരാജനും അഭിഷേകും പെട്ടെന്ന് ചിരിച്ചു. ബോർഡ് അംഗങ്ങളായ അർജുനും വർഷയും അമൃതയും ജയ്പാലും മധുമതിയും എല്ലാം ഒരുപോലെ ഞെട്ടി. മന്ദാകിനി ഞെട്ടലോടെ വായിൽ വിരൽ വെച്ച് പോയി. ഇതെല്ലാം കണ്ട് ആകെ ഷോക്കടിച്ച പോലെയായിരുന്നു ചിത്രാദേവി. കാറിൽ നിന്ന് ഇറങ്ങിയ ഊർമിള തൻ്റെ ആ പഴയ ശൗര്യത്തോടെ ബോർഡ് അംഗങ്ങളുടെ അടുത്തേക്ക് നടന്നു. മീഡിയക്കാർ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചു തുടങ്ങി. മേഡം, ഇത്രയും നാൾ മേഡം എവിടെയായിരുന്നു? മേഡത്തിനെ ദേശായി ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞത് ശരിയാണോ? ഇപ്പോൾ ആ സ്ഥാനത്ത് മായാവതി മേഡം ആണെന്ന് പറയുന്നത് സത്യമാണോ? എന്താണ് മേഡം സത്യം? എന്തെങ്കിലും ഒന്ന് പറയൂ മേഡം. ഊർമിള പെട്ടെന്ന് മീഡിയക്കാരെ ഒന്നടങ്കം ഒന്ന് തുറച്ചു നോക്കി. ഹേയ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ല ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഗോൾഡൻ ജൂബിലിയാണിത്. സോ നമ്മൾ പറയും തീരുമാനങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഊർമിള ദേവി നേരെ ബോർഡ് മെമ്പേഴ്സിന്റെ അടുത്തായി പോയിരുന്നു. ദേശായി വീട്ടുകാർ എല്ലാവരും ഞെട്ടിത്തരിച്ചു. ഊർമിള പെട്ടെന്ന് എവിടെ നിന്ന് എങ്ങനെ പൊട്ടിമുളച്ചു എന്ന ചോദ്യം ദേവരാജനും അഭിഷേകിനും ഒഴികെ മറ്റാർക്കും അറിയാത്തതിനാൽ എല്ലാവരും ആകെ ഞെട്ടിലോടെ നിന്നിരുന്നു. ദേവരാജനും അഭിഷേകും മാത്രം പെട്ടെന്ന് രാമേശ്വരത്ത് വെച്ച് നടന്ന ഫ്ലാഷ് ബാക്ക് ആലോചിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ ഊർമിള ദേവിയായി അഭിനയിക്കാൻ വരാമെന്ന് ലക്ഷ്മി ദേവി സമ്മതിച്ചതും അവരെയും കൂട്ടി അഭിഷേകും ദേവരാജനും തിരുവനന്തപുരത്തേക്ക് വന്ന ദിവസം. ലക്ഷ്മി ആൻറ്റി, നമ്മുടെ ഇളയമ്മ എപ്പോഴും കമ്പനി കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളവളാണ്. നമ്മുടെ ഊർമിള ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാത്തവളാണ്. നമ്മുടെ ഇളയമ്മ പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങി ഐഫോണും കയ്യിൽ പിടിച്ച് ലക്ഷങ്ങൾ വിലയുള്ള കാറിൽ സഞ്ചരിക്കുന്നവളാണ്. ഊർമിളയെക്കുറിച്ചുള്ള ഓരോ സ്വഭാവ സവിശേഷതകളും അഭിഷേകും ദേവരാജനും ചേർന്ന് ലക്ഷ്മി ദേവിയെ പരിചയപ്പെടുത്തുകയും മലയാളം അക്ഷരസ്ഫുടതയോടെ സംസാരിക്കാൻ കുറച്ചായി പഠിപ്പിക്കുകയും ചെയ്തു. ശേഷം ദേശായി വീട്ടിലെ ഓരോരുത്തരുടെയും ഫോട്ടോ വരെ ലക്ഷ്മി ദേവിയെ കാണിച്ച് പഠിപ്പിച്ച് അവരൊക്കെ ആരാണെന്നും എന്താണെന്നും പറഞ്ഞു കൊടുക്കാനും തുടങ്ങി. நான் ஊர்மிளா மாதிரி நடிப்பேன். ஆனா எனக்கு ஒரு ஆசை இருக்கு. എന്താ அது? எனக்கு ஒரு நாள் உங்க ஊர்ல தங்கணும்னு நிறைய ஆசையா இருக்கு. நீங்க சொல்லி
அந்த குடும்பத்தை நான் இப்போ ஒரு கனவு மாதிரி தான் பார்க்கறது. முடியாதுன்னு சொல்லாத ഒരാശ അതുതാ. അതിനെന്താ, നമ്മൾ പറഞ്ഞതുപോലെ അന്നത്തെ ആ പ്രസ് മീറ്റിൽ ഊർമിളയായി അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും വലിയ സഹായം ചെയ്ത നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിലും നമ്മൾ തരും, പോരെ? അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഫോൺ വഴി അറിയിക്കാം. പിന്നെ വരുമ്പോ ലക്ഷ്മി ദേവി സിന്ദൂരം തൊട്ടിട്ട് വേണം വരാൻ. ഊർമിളയ്ക്ക് ഭർത്താവുണ്ട്, അവൾ വിവാഹിതയാണ്, അത് മറക്കണ്ട. പെട്ടെന്ന് ലക്ഷ്മി ദേവി ഞെട്ടി. കുങ്കുമം? അത് എനക്ക് മുടിയാത്. കുങ്കുമംനാ അത് പെരിയ വിശ്വാസം, അതെപ്പിടി? ലക്ഷ്മി ദേവി, പറ്റില്ലെന്ന് പറയരുത്. ആർക്കും ഒരു സംശയവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ശരി. ഇത്രയും പറഞ്ഞ് ദേവരാജനും അഭിഷേകം പോയി. ഇത്രയും കാര്യങ്ങൾ ദേവരാജൻ ഓർത്തെടുത്ത് ഒന്ന് ചിരിച്ചു. വളരെ ഗംഭീരമായാണല്ലോ ലക്ഷ്മി ദേവി മലയാളം പറയുന്നത്. ആർക്കും ഒരു സംശയവുമില്ല. ശേഷം മീഡിയക്കാരോടായി ദേവരാജൻ പറഞ്ഞു, ദേ കണ്ടില്ലേ, നിങ്ങളല്ലേ ചോദിച്ചേ ഊർമിള എവിടെയെന്ന്? അതിനുള്ള ഉത്തരം ഇനി തരണോ? ദാ വന്നിരിക്കുന്നു ദേശായ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ധീര വനിത, സാക്ഷാൽ നിങ്ങളുടെ ഊർമിള ദേവി. ലക്ഷ്മി ദേവി എല്ലാവർക്കും മുന്നിൽ കാലിന്റെ മുകളിൽ കാൽ കയറ്റിവെച്ച് ഇരുന്നു. ക്യാമറകൾ ലക്ഷ്മി ദേവിയുടെ നേരെ തിരിഞ്ഞു. ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാതെ മധുമതി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് ലക്ഷ്മി ദേവി മധുമതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോ നമ്മുടെ വരും കാല ഡിസിഷനുകൾ എന്തൊക്കെയാണെന്ന് മധുമതി പറയും. പെട്ടെന്ന് മധുമതി ലക്ഷ്മി ദേവി ഒന്ന് നോക്കി. ശേഷം അവിടെ നിന്നും പോകാൻ പറ്റാതെ മീഡിയക്കാരുടെ മുന്നിൽ വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതെല്ലാം കണ്ട് തന്റെ പല്ല് കൂട്ടിപ്പിടിച്ച് കടിക്കുകയായിരുന്നു മന്ദാകിനി. പെട്ടെന്ന് ലക്ഷ്മി ദേവി പറഞ്ഞു, ആൻഡ് വി ആർ ഹിയർ ടു അനൗൺസ് അവർ ന്യൂ ബോർഡ് മെമ്പർ മായാവതി. മായാവതി ദേശായി. മീഡിയക്കാരെല്ലാവരും അന്യോന്യം നോക്കി. മായാവതി ദേശായിയോ? യെസ്, അതെ. ദേശായി ഗ്രൂപ്പിലെ വർഷയുടെ അമ്മയാണ് മായാവതി. ആ മായാവതിയെ കൂടി ഇന്ന് നമ്മൾ ദേശായി കുടുംബത്തിലേക്ക്, ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഒഫീഷ്യലി ഷീസ് മായാവതി ദേശായി നൗ. കാര്യം മന്ദാകിനിക്ക് ഊർമിളയോട് ദേഷ്യമുണ്ടെങ്കിലും തന്നെ ബോർഡ് മെമ്പർ ആക്കിയെന്നുള്ള ലക്ഷ്മി ദേവിയുടെ വായിൽ നിന്നുമുള്ള മൊഴി മന്ദാകിനിയെ സുഖിപ്പിച്ചു. അന്നേരം മന്ദാകിനി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അതെ, ഇനി എനിക്ക് എല്ലാവരോടുമായി ഒന്ന് ഈ പ്രസ് മീറ്റിൽ പറയാനുണ്ട്. അതായത് ഞാനിപ്പോ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമായതുപോലെ ദേശായി കമ്പനിയുടെ ഭാഗമല്ലാതെയായ 5 പേർ കൂടി നമുക്കിടയിലുണ്ട്. പെട്ടെന്ന് ദേശായി വീട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. മന്ദാകിനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാതെ എല്ലാവരും ആകെ സംശയിച്ചു നിന്നു. അതായത് ഇന്ന് മുതൽ അർജുൻ ജയ്പാൽ ദേശായിയും അമൃത അർജുൻ ദേശായിയും അവരുടെ 2 മക്കളും പിന്നെ ഈ ഊർമിളയും ദേശായി ഗ്രൂപ്പിൽ നിന്നും പുറത്താവുകയാണ്. ഇത്രയും പറഞ്ഞ് മന്ദാകിനി വിരൽ ഞൊടിച്ചതും പ്രൊജക്ടറിൽ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാൻ തുടങ്ങി ചിത്രാദേവി. മഹതിയമ്മ മരിക്കാൻ സമയം മഹതിയമ്മയും ഊർമിളയും തമ്മിലുള്ള സംസാരമായിരുന്നു അത്. എടി പറയൂ, സത്യം എന്താ? അർജുൻ നീ പ്രസവിച്ച നിന്റെയും ജയ്പാലിന്റെയും മകനാണോ? അല്ലേ? അല്ല, അർജുൻ എന്റെ മകനല്ല. ഈ ദൃശ്യം കണ്ട് മീഡിയക്കാരും ദേശായി വീട്ടുകാരും ഒരുപോലെ ഞെട്ടി. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരേ സമയം ഞെട്ടലോടെയും എന്നാൽ നിറഞ്ഞ കണ്ണുകളുമായി ദേശായിക്കാർ ഒരു ഉത്തരവുമില്ലാതെ നിന്നു. ലക്ഷ്മി ദേവിയും ഒപ്പം ഞെട്ടിത്തെരിച്ചു. തന്നെ പോലെ തന്നെ തോന്നിക്കുന്ന ഊർമിള ദേവി. ശരിക്കും ഒരു ബോംബ് പൊട്ടിച്ചതുപോലെ മന്ദാകിനി ദീർഘശ്വാസം വിട്ടതും പെട്ടെന്നാണ് ദേശായി കുടുംബത്തിലുള്ളവർക്ക് എന്തുകൊണ്ടാണ് മഹതിയമ്മ മരിച്ചു വീണത് എന്നുള്ള സത്യം മനസ്സിലായത്. എല്ലാവരും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ലക്ഷ്മി ദേവിയെ നോക്കി. ചിത്രാദേവിയും മന്ദാകിനിയും ചിരിക്കവേ ദേശായിക്കാർ തങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടതിൽ കണ്ണുകൾ നിറച്ചു. ഇതെല്ലാം മീഡിയക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലും TV ചാനലുകളിലുമായി സ്ട്രീമിംഗ് ചെയ്യവേ ലക്ഷക്കണക്കിന് കേരള ജനങ്ങൾ ആ സത്യം ലൈവായി കാണുകയായിരുന്നു. അർജുൻ ദേശായി കുടുംബത്തിൽ ജനിച്ചവനല്ല. കേരള ജനത ഒന്നടങ്കം ആ വാർത്ത ഒറ്റ നിമിഷം കൊണ്ട് അറിഞ്ഞതും പെട്ടെന്ന് ലക്ഷ്മി ദേവി ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അതെ, അർജുൻ എന്റെ മകനല്ല, അതാണ് സത്യം. പക്ഷേ മഹതിയമ്മ മരിച്ചത് ഞാൻ അമ്മയോട് ഈ സത്യങ്ങൾ പറഞ്ഞിട്ടല്ല. ലക്ഷ്മി ദേവി ഇത്രയും പറഞ്ഞതും അങ്ങോട്ട് യഥാർത്ഥ മായാവതി കയറി വന്നു. ഒരേ സമയം 2 മായാവതിയെ കണ്ടതും എല്ലാവരും ഞെട്ടലോടെ ഇരുവർക്കുമിടയിൽ ആകെ പെട്ടുപോയി. ചന്ദനമഴ ഇനി 2 നാൾ മാത്രം. മഹതിയമ്മയോട് സത്യങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യങ്ങൾ പറയേണ്ട ആള് ഓൺ ദി വേ ആണ്. അവള് തന്നെ പറഞ്ഞോട്ടെ എന്താ സത്യം എന്ന്.
ഇവരെന്നെ കൊല്ലാൻ പോവുക. രക്ഷിക്കും മോളെ എന്നെ. ഏയ്, എന്താ ചിത്രേ, മായാവതി നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇവരെ നിങ്ങൾ കൊല്ലുന്നത് എന്തിനാ? അപ്പോ എന്റെ ഊർമിള ദേശായ കുടുംബത്തെ ചതിച്ചിട്ടില്ലല്ലേ? ഇവരെ കൊല്ലാനല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ 3 പേരുമാണ് അവളെ ചതിച്ചത്. നിന്നെ സ്വന്തം മകളെ പോലെ അവള് സ്നേഹിക്കുന്നത് ഞാനല്ലേ? ഈ ചന്ദനമഴ പൊഴിയുന്ന ദേശായി കഥയിലെ യഥാർത്ഥ വില്ലെത്തി 3 പേരും എന്റെ പുറകെ ഓടാൻ തുടങ്ങിയതും ഞാൻ ഓടുന്നതിനിടയിൽ നീ ഇവരുടെ കൂടെ ചേർന്ന് ഊർമിളയെ ചതിക്കരുത് മോളെ. ഊർമിള എന്നോട് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. നീ അമ്മയോട് ക്ഷമിക്ക്. അമ്മ നിന്നെ സത്യങ്ങളൊന്നും അറിയാതെ തല്ലി മോളെ. എന്നെ 3 പിടികൂടി ആ ഫോണും തല്ലി പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. അച്ഛമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, ഉറപ്പായും ഈ കേസ് ഞാൻ കണ്ടെത്തുമെന്ന്.